എല്ലാവർക്കും നമസ്കാരം. വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന ആപ്തവാക്യമായിട്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലുടനീളം ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പോസ്റ്റ് കമ്മ്യൂണിന്റെ ഏറ്റവും മികച്ച ചാപ്റ്ററിൽ ഒന്നായ തൃശൂർ പോസ്റ്റ് കമ്മ്യൂണിന്റെ വായനോത്സവം 2024 പവേർഡ് ബൈ എക്സല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ ഈ പുസ്തക സീരീസിലേക്ക്, ഇതിന്റെ 3-ാം ദിനത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ശ്രേഷ്ഠ വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ട്രെയിനിങ് എടുക്കാൻ എത്തിയിട്ടുള്ള വിദേശത്തു നിന്നുള്ള ട്രെയിനറെ പരിചയപ്പെടുത്താനും ഈ ഒരു സെഷനെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കുവാനും വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട PD റെജീന മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റെജീന മാം തൃശൂർ ചാപ്റ്ററിന്റെ ഒരു കരുത്തുറ്റ ലീഡറാണ്. സ്റ്റുഡൻസ് ഫോറത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റവും മികച്ച രീതിയിൽ നയിക്കുന്നു. ടീച്ചർ, ട്രെയിനർ, ഒരു നല്ല സോഷ്യൽ സർവീസ്, ഇതെല്ലാം കൂടിയിട്ട് മനോഹരമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റെജീന മാമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓവർ ടു യു മാം. താങ്ക് യു ദേവ് സാർ. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. താങ്ക് യു. നമ്മുടെ വായനയെ പ്രണയിക്കുന്നവർക്കായി, പുസ്തകത്തെ നെഞ്ചോട് ചേർക്കുന്നവർക്കായി പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ ചാപ്റ്റർ ഒരുക്കുന്ന പുസ്തകോത്സവം 2024 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പുസ്തകോത്സവം 2023 നിങ്ങൾ ഏവരും നൽകിയ അകമഴിഞ്ഞ പിന്തുണയും അതുപോലെ തന്നെയുള്ള പ്രോത്സാഹനവുമാണ് വീണ്ടും മറ്റൊരു വായനയുടെ വസന്തോത്സവം തീർക്കാൻ ഞങ്ങൾക്ക് ഏറെ പ്രചോദനമായത്. അത്രമേൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകം വായിക്കുക, അത് നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. അതെ, പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അറിവിന്റെ അത്ഭുത ലോകത്തിലേക്ക് പുസ്തകങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. അറിവ് പകർന്നു തരുന്നവരെല്ലാം ഗുരുനാഥന്മാരാണ്. വഴക്കും വടിയുമില്ലാതെ നമുക്ക് അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ ഏറ്റവും നല്ല ഗുരുനാഥന്മാരാണ് നല്ല പുസ്തകങ്ങൾ. നിങ്ങൾ വായിക്കാൻ വേണ്ടി, അക്ഷരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തലകുനിച്ചാൽ നാളെ സമൂഹത്തിന് മുൻപിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. അതെ, വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക്, വ്യത്യസ്തമായ പുസ്തക അനുഭവങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന പുസ്തകോത്സവം 2024 അതിനൊരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഒപ്പം ആശംസിക്കുന്നു. പുസ്തകോത്സവം 2024 പവേർഡ് ബൈ എക്സല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽ കോഴ്സസ്. കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽസ്, കൗൺസിലിംഗ്, അപ്ലൈഡ് സൈക്കോളജി, ലൈഫ് കോച്ചിങ് തുടങ്ങിയ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് എക്സല ലൈഫ് സ്കിൽ ഇന്റർനാഷണൽ. നിങ്ങളൊരു അധ്യാപകനോ പരിശീലകനോ കൗൺസിലറോ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ മേന്മ മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എക്സല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ നിങ്ങളുടെ ഒപ്പമുണ്ട്. നമ്മുടെ വായനയുടെ വസന്തോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് സമ്പൂർണ്ണ സാമ്പത്തിക വിജയം നേടാനുള്ള മനോഭാവം രൂപപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്ന ഹാർവ് ഏക്കറുടെ സീക്രട്സ് ഓഫ് മില്ലിനെയർ മൈൻഡ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയായ കോടീശ്വര രഹസ്യങ്ങൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് തൃശൂർ പോസിറ്റീവ് കമ്മ്യൂൺ വൈസ് ചെയർമാനായ ശ്രീ സിനേഷ് രാജൻ സാറാണ്. തൃശൂർ ചാപ്റ്ററിന്റെ ഏതൊരു വിരുന്നും ഏറ്റവും രുചികരമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായ കരങ്ങളിൽ ഒന്ന് ശ്രീ ദിനേഷ് സാറിന്റെ ആണെന്ന് ഏറെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ. അതെ, തീർച്ചയായും തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശ്രീ ദിനേഷ് സാർ. അകലെ ദുബായില് ഓയിൽ ഫീൽഡിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള തന്റെ തിരക്കിട്ട ജീവിതത്തിനിടയിലും തൃശൂർ ചാപ്റ്ററിന്റെ ഏതൊരു പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ പുസ്തകോത്സവം പരിപാടി ഏറ്റവും വിജയകരമാക്കുന്നതിന് ഏറ്റവും അധികം കഠിന പ്രയത്നം ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ സിനേഷ് സാർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ സമയവും ദൂരവും അതിനൊരു പ്രതിബന്ധം അല്ല എന്ന് തന്റെ സ്വന്തം ജീവിതത്തിലൂടെ സാറ് നമുക്ക് തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്.
സാറിന്റെ സ്വദേശം തൃശൂർ ജില്ലയിലെ ഇളനാടിനടുത്തുള്ള വെണ്ണൂർ എന്ന മനോഹരമായ ഗ്രാമത്താണ്. അച്ഛനും അമ്മയും മൂത്ത സഹോദരിയും അടങ്ങുന്നതാണ് സാറിന്റെ കുടുംബം. ശ്രീ സിനേഷ് സാറിനെ കോടീശ്വര രഹസ്യങ്ങൾ പരിചയപ്പെടുത്താനായി ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു സിനേഷ് സാർ. താങ്ക് യു റെജിന മാം. ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? കഴിഞ്ഞ ഒരു ദിവസം വോയിസ് കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? കഴിഞ്ഞ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്തത്? ബുക്ക് വായിച്ചു. ഓക്കെ. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ മൂന്നാമത്തെ ദിവസത്തിന്റെ പുസ്തക അവതരണമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വായനയുടെ വസന്തോത്സവത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. വലിയ നന്മയുള്ള മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ളവരെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് തോന്നിയത് എന്നുള്ളതാണ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ആദ്യം തന്നെ എൻ്റെ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ 4ാം ക്ലാസ്സിലെ അധ്യാപകൻ സുന്ദരൻ മാസ്റ്ററിന്റെ ഓർമ്മകളുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാല് പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും എടുക്കില്ല. ഇങ്ങനെ പുതിയ പുതിയ കഥകള്, നമുക്ക് മോട്ടിവേഷൻ തരുന്ന പല കാര്യങ്ങള്, നമ്മുടെ രാമായണം മഹാഭാരതം പോലെയുള്ള വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ആ പഠന കാലയളവില് ഒരു ദിവസം അദ്ദേഹം ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. ആ ചോദ്യം തന്നെ അദ്ദേഹം തൊട്ടടുത്ത ക്ലാസ്സിൽ പോയി ചോദിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് അറിവുകളൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ ക്ലാസ്സിൽ പോയിട്ട് ചോദിച്ച ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളൊന്നും അതിന് മറുപടി പറഞ്ഞില്ല. അവരൊക്കെ എണീറ്റ് നിൽക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിലെ ആരെങ്കിലും ഒരാളോട് വരാൻ പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ് ലീഡർ ആയിട്ടുള്ള ഞാൻ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ വന്ന് സാറ് എന്നോട് ചോദിച്ചു, ജീവിക്കാൻ എന്ത് വേണം? അപ്പൊ ഞാൻ ഉടനെ മറുപടി പറഞ്ഞു, ജീവിക്കാൻ പണം വേണം. ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്ദേഹം ജീവിക്കാൻ നമുക്ക് പണം വേണം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്നുകൂടെ ഉറക്കെ പറയാൻ പറഞ്ഞു, ഈ ക്ലാസ്സിലെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പറയാൻ പറഞ്ഞു, ജീവിക്കാൻ പണം വേണം. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു, ജീവിക്കാൻ പണം വേണം. അപ്പൊ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലത്ത് തന്നെ എന്റെ മനസ്സിൽ പണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അത് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളെ കൊണ്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യിപ്പിച്ചിരുന്നു. 100 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 100 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പണം ഇരട്ടിക്കും. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എനിക്ക് എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം തരാറുള്ള വ്യക്തിയാണ്. അദ്ദേഹം എനിക്ക് 100 രൂപ തന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പണമിടപാട് നടത്തുകയാണ്. 5 വർഷത്തിന് ശേഷം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ പണം 200 രൂപയായിട്ട് തിരിച്ചെടുത്തു. അപ്പോ അന്ന് മുതൽ ഒരു ആദ്യമായിട്ട് ചെയ്ത ഒരു പണമിടപാടിന്റെ ഒരു മഹത്തരമായിട്ടുള്ള കാര്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അന്ന് മുതൽ തുടങ്ങിയ പണവുമായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏതൊരു കാര്യം വരുമ്പോഴും ഞാൻ സുന്ദരമാഷെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്.
അദ്ദേഹത്തെ കാണാം, ഞങ്ങളുടെ സ്കൂളാണിത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ആ ഒരു സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. അത് മാത്രല്ല, ക്ലാസിന്റെ ഇടയ്ക്ക് അദ്ദേഹം കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതില് പണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഗാനം എനിക്ക് ഓർമ്മ വരികയാണ്. മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി. മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി. പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു, അകമേ കുടിപ്പകയുടെ തീജ്വാലകളെരിയുന്നു. ഇവിടെ ജ്യേഷ്ഠനാര് അനുജനാര് കിളിമകളെ, ഇവിടെ അച്ഛനാര് മകനാര് കിളിമകളെ. എല്ലാം പണം നടക്കും ഇന്ദ്രജാല പ്രകടനങ്ങൾ, എല്ലാം പണം നടക്കും ഇന്ദ്രജാല പ്രകടനങ്ങൾ. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്. സത്യത്തില് ഈ പാട്ടിന്റെ വരികളുടെ അർത്ഥം അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു തരുന്നത്. ഈ സിനിമ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അതായത് പണത്തിന്റെ ആ ഒരു ഹുങ്ക് കൊണ്ട് ബന്ധങ്ങളൊക്കെ വേർപെടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ സിനിമയിൽ എന്ന് പ്രത്യേകം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അന്ന് മനസ്സിൽ ചിന്ത തോന്നിയതാണ്, പണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു സന്ദേശം അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കിട്ടി. അപ്പൊ സത്യത്തില് നമുക്ക് തോന്നും, ഈ പണം സത്യത്തിൽ എന്തിനാണ് എന്ന് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. പണം ശരിക്കും എന്തിനാണ്? ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പടത്തില് നിങ്ങൾ കാണുന്ന, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് പോസ് ചെയ്യും, നിങ്ങളൊന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട്, എത്ര രൂപയൊക്കെ നോട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ, 1000 രൂപയുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. 1000, 500, 5, 10, 20, 20, 2000. അല്ല, ഒരാള് പറയണം. പരീസ് സാർ പറഞ്ഞ 1000, 500, 5, 10. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. നോക്കൂ, നന്നായിട്ട് കീൻ ഒബ്സർവേഷൻ ചെയ്യണം. എത്ര രൂപ, ഏതൊക്കെ രൂപകളുണ്ടെന്ന് പറഞ്ഞേ. ഇപ്പൊ 20 ഒക്കെ ഉണ്ട്, 10 ഒക്കെ ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10ന്റെ കോയിൻ ഉണ്ട്, ഇവിടെ 5 രൂപ ഉണ്ട്, ഇവിടെ 5 രൂപയുണ്ട്, 5 രൂപ, 5ന്റെ കോയിൻ ഉണ്ട്, 1 രൂപ. ഇതെല്ലാം ആദ്യം കാണിച്ച. അടുത്തൊരു പടം കൂടെ കാണിക്കണം, ഇതില് നിങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോവാണ്. 50, 200, 2000, 70, 20, 2000, 100. ശൈലജ ടീച്ചർ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിൽ നോക്കൂ, ഇതിലും നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിത് കൊണ്ടുവന്നത് വേറൊന്നിനല്ല, നമുക്ക് പണത്തിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി വളർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പടം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോ നമുക്കറിയാം, പണം കൊണ്ട് നമ്മൾ എന്തൊക്കെ നേടണം, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും പണം എന്ന് നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാവും. എന്തിനാണ് നമ്മൾ ഒരുപാട് പണം, സ്നേഹം ഉണ്ടെങ്കിൽ ജീവിച്ചാൽ പോരെ എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കണ്ടോ നിങ്ങള്? പണം വേണം, പണം വേണം, സ്നേഹം മാത്രം പോരാ, പണം വേണം. ശരിക്കും ഈ പണം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് പണം കൊണ്ട് നല്ല നന്മ പ്രവർത്തികൾ. എന്തൊക്കെയാണ് മാഡം? ശ്രീകുമാരി മാഡം, ഫ്ലൈറ്റ് വാങ്ങിക്കാം, ഫ്ലൈറ്റ്, ഒരു വാങ്ങിക്കാലോ, യാത്രകൾ പോകാം, വീട്. മാഡത്തിന് പറക്കാനാണ് പ്ലാന്. ഓക്കെ, അതായത്
എന്ത് സാധനം വാങ്ങിയാലും സ്നേഹം തരട്ടെ എന്ന് വെച്ചാൽ കടക്കാരൻ പണം തന്നാൽ മതി എന്ന് പറയും. അതെ അതെ. സ്നേഹം കൊടുത്തിട്ട് നമുക്കൊന്നും വാങ്ങാൻ വാങ്ങാൻ കടയിൽ പറ്റില്ല. ഒരു ബില്ല് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റില്ല അല്ലെ? അവർ പണം തന്നെ നമുക്ക് വേണം. അപ്പോ പണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാം. അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, യാത്രകൾ പോകാം, എന്തിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? പണം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പണമൊക്കെ ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നമുക്ക് ഈ കോടീശ്വര രഹസ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ താളുകളിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും നോക്കൂ, നമ്മുടെ ഇതിനെ പിക്ചറിൽ കാണുന്ന പോലെ പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കോടീശ്വരന്മാരാവാനായിട്ട് താല്പര്യമുണ്ടോ? എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്തേ. ആവാനായിട്ട് താല്പര്യമുണ്ടോ? എല്ലാവർക്കും കോടീശ്വരമാണ്. കാരണം ഞാൻ ആദ്യം പറയുന്നത്, നമുക്ക് നമ്മളിങ്ങനെ ചിന്തിക്കുക എന്തിനത്ര പൈസ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ആ പൈസ കൊണ്ട് നമുക്ക് ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കോടീശ്വര മനസ്സുണ്ട്, കോടീശ്വരനാവാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. അതായത് നമ്മളിപ്പോ ഒരു വായു, ജലം അല്ലെങ്കിൽ ശബ്ദം, ഇതൊക്കെ ഒരു ഊർജത്തിന്റെ ഓരോ രൂപങ്ങളാണ്. അതേപോലെ തന്നെ ഒരു ഊർജമാണ് എന്ത്? പണം. അപ്പൊ ശരിക്കും അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയും. മനസ്സെന്ന് പറയുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു ഊർജമാണ് ശരിക്കും പണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മൂല്യം നമ്മൾ അതിന്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് പണം സ്വരൂപിക്കുമ്പോൾ നമുക്കത് സ്പിരിച്വൽ ആയിട്ട് വേണം നമുക്ക് സ്വരൂപിക്കാനും ഒക്കെ. സ്പിരിച്വൽ, നമുക്കൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വേണം നമ്മൾ പണം സ്വരൂപിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടൊക്കെയുള്ള പണമാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് തെറിച്ച് ഇല്ലാതായി പോകും. പഴയ പൂർവികരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കട്ടത് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ശരിക്കും ഏതൊരു സാധനവും നമ്മൾ ചെയ്യേണ്ടത് വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ഏതൊരു സാധനവും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ശരിക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പണത്തിന്റെ കൈമാറ്റം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ശരിയല്ലേ? പണത്തിന്റെ കൈമാറ്റം എന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ്സാണ്. ഇപ്പോ ഫരീദ് കുഞ്ഞ് സാറിന്റെ പണം രാജു സാറിന് കൊടുത്തു, രാജു സാർ അത് ശ്രീകുമാരി മാഡത്തിന് കൊടുത്തു, ശ്രീകുമാരി മാഡം സതീഷ് സാറിന് കൊടുത്തു, സതീഷ് സാർ അത് നമുക്ക് തരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ആരുടെയും കയ്യിൽ അത് നിൽക്കുന്നില്ല. ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ശരിയാണോ? ശരിയല്ലേ? ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും 200 രൂപ അടച്ചിട്ട് നമ്മുടെ വായനോത്സവത്തിൽ പങ്കെടുത്തു. അപ്പൊ സത്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്പിരിച്വൽ മൈൻഡ്. കാരണം 25 രൂപയുടെ 25 ക്ലാസ് ദിവസങ്ങളുടെ ആ ക്ലാസ്സിന് 200 രൂപ കൊടുത്ത് നമ്മൾ പങ്കെടുത്ത് അതിൽ ക്ലാസ്സുകൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റിന് ഉദാഹരണമാണ്. ഇനി അതല്ലാതെ ഇത് വീഡിയോ കാണാം അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു പുവർ മൈൻഡ് സെറ്റാണ്. ശരിക്കും അവരുടെ കയ്യിൽ പണം നിൽക്കാൻ സാധ്യതയില്ല. നമുക്ക് ഏത് സാധനം വാങ്ങുകയാണെങ്കിലും അതിന്റെ ഒറിജിനൽ വേർഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ പണം കൊടുത്ത് തന്നെ വാങ്ങണം എന്നുള്ളതാണ്. അത് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ അറിയാൻ പറ്റും. 1 ലക്ഷം രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും അത് എനർജിയാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പോ നമ്മുടെ പുസ്തകത്തിലേക്ക് വരികയാണ്. ടി ഹാർവ് ഏക്കർ എഴുതിയ ദ സീക്രട്ട് ഓഫ് മില്യനെയർ മൈൻഡ്, കോടീശ്വര രഹസ്യങ്ങൾ എന്ന പുസ്തകമാണ് ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്.
അപ്പോ വെറും 2.5 വർഷം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മില്യനെയർ എന്ന അവസ്ഥയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഹാർവേക്കർ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലിയും ഒക്കെ ശരിയാവാതെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞ ജോലിയിൽ ചേർന്ന് അതിൽ രക്ഷപ്പെടാൻ പറ്റാതെ പണമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുഹൃത്ത് വീട്ടിൽ വന്ന സമയത്ത് പറയാണ്, നിന്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണമെന്ന്. അന്നത്തെ ദിവസം അദ്ദേഹം തീരുമാനമെടുത്തതാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ട് എന്ന് കരുതി അദ്ദേഹം ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങുന്നു. അതിനുശേഷം ട്രെയിനിങ് ക്ലാസ്സുകൾ എടുക്കുന്നു. അതിനുശേഷം പുസ്തകങ്ങൾ എഴുതുന്നു. അങ്ങനെ ഇപ്പോ വളരെ വലിയ മാജിക് ലോകത്തിന് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഹാർവേക്കർ. അപ്പോ അദ്ദേഹം പറയുന്നത് മാസ്റ്റർ ഇൻ ദ ഗെയിം ഓഫ് വെൽത്ത്, മാസ്റ്റർ ദി ഇന്നർ ഗെയിം ഓഫ് വെൽത്ത്. ധനികരായ ആളുകൾ ഫോളോ ചെയ്യുന്ന മൈൻഡ് സെറ്റ്. ധനികരാവുക എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ പറയുന്ന ഒരു സന്ദേശം. സ്ക്രീന് ഓക്കെ. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്ന് ആരെങ്കിലും വായിച്ചോ? ആരെങ്കിലും ഒരാൾ വായിക്കോ? പണത്തിന്റെ കളികളിൽ നിങ്ങൾക്ക് എങ്ങനെ അധിപനാകാം, അതിലൂടെ എങ്ങനെ സമ്പത്ത് വിജയം നേടാം, ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നിലനിർത്താം, സമൃദ്ധി നേടാൻ നിങ്ങൾ സമൃദ്ധി ചിന്തിക്കണം, സമ്പത്തിനെയും വിജയത്തെയും പറ്റിയുള്ള നിങ്ങളുടെ ആന്തരിക മാതൃക മാറ്റത്തിനുള്ള പ്രോഗ്രാമാണ് കോടീശ്വര രഹസ്യങ്ങൾ. യെസ്, തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കോടീശ്വര രഹസ്യങ്ങൾ. അദ്ദേഹം പറയുന്നത് പണത്തിന്റെ കളികൾ അതില് അധിപനാവുക എന്നാണ്. അതായത് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അധിപനായിട്ട് മാറുക എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം തുടക്കത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും വിശ്വസിക്കരുത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ആശയങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാം, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താം എന്ന് പറയാം. അപ്പോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളില് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതില് മാറ്റം വരുത്തിയാലാണ് പണത്തിനോടും ജീവിതത്തിനോടും ഉള്ള നമ്മുടെ സങ്കല്പം മാറുള്ളൂ എന്ന് പറയുകയാണ് അദ്ദേഹം. പണത്തിനോടും ജീവിതത്തോടുമുള്ള സങ്കല്പം നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ പ്രിന്റ് മാറ്റണം എന്നാണ് പറയുന്നത്. അതിന് നമ്മളൊരു പ്രോഗ്രാമിങ്ങിലൂടെ മാറ്റി റിച്ച് ആവാനായിട്ട് സാധിക്കും. നമ്മൾക്കിപ്പോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം. അതേപോലെ പ്രോഗ്രാം ചെയ്ത് മാറ്റാനാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇന്നർ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ഒരു ടൂൾ ബോക്സ് പോലെയാണെന്ന് പറയുന്നു. ഇന്നർ മൈൻഡ് ഗെയിം ഒരു ടൂൾ ബോക്സ് പോലെയാണെന്ന് പറയുന്നു. അതായത് ടൂൾ ബോക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ടൂൾസുകൾ ഉണ്ടാവും, അല്ലെ? ഇനി പുറമേ ഉള്ളത് ടൂൾസുകളാണ്. ഔട്ടർ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ടൂൾസ് ആണ്. ഈ രണ്ടും കൂടെ ചേർന്നതാണ് റിച്ച് എന്നാണ് പറയുന്നത്. ഇന്നർ ഗെയിം നമ്മൾ കുറെ ടൂൾസ് ഉണ്ട്, അതിലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോഴാണ് റിച്ച് ആവുക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പുസ്തകത്തിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 2 വിഭാഗം ഉള്ളത്. ശരിക്കും അതിന്റെ തുടക്കത്തിൽ പറയുന്നത് ധനരൂപരേഖയെ കുറിച്ചിട്ടാണ്. അതിനുശേഷം ധനഫയലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ധനരൂപരേഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് ഇന്റേണൽ പ്രോഗ്രാം ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറയുകയാണ്. ധനഫയലുകളിലാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഫയലുകൾ അടുക്കി വെച്ചതുപോലെ ഓരോ ഫയലുകളാക്കി വെച്ചിരിക്കുന്നു. അതിലുള്ള ഫയലുകൾ നമ്മൾ എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ധനരൂപരേഖ എന്താണ്? ധനരൂപരേഖ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധനരൂപരേഖ
നമ്മളിപ്പോ ഒരു കേട്ടിട്ടുണ്ടോ പരീക്ഷ കുഞ്ചാറെ? പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ഇൻവെസ്റ്റ് എല്ലാം കൂടി ഉള്ളൊരു ഇത് നേരത്തെ ഉണ്ടാക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ കയ്യിലുള്ള പണം എന്തിനൊക്കെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അതെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നോക്കൂ, പ്ലാൻ, ഇൻവെസ്റ്റ്മെന്റ്, ഐഡിയ, ടീം മാനേജ്മെന്റ്, ഇങ്ങനെ കൊടുത്തത് ഒരു ഐഡിയക്ക് വേണ്ടി കൊടുത്തതാണ്. സത്യത്തില് നമ്മുടെ ഉള്ളില് നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള ആ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ ശരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ എല്ലാവരും ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണോ? ആരൊക്കെ ലോട്ടറി എടുക്കുന്നവര്? രാജു സാറോ എടുക്കാറുണ്ടോ? ലോട്ടറി എടുക്കാറുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോട്ടറി എടുക്കുന്നവര് ഒരു വലിയ തുക ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പലരും മാറിപ്പോവാറുണ്ട് അല്ലെ? സത്യത്തില് പഴയ അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോവാറുണ്ട്. അവര് വീണ്ടും ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പൊ വെള്ളപ്പൊക്കവും കൊറോണയൊക്കെ വന്ന സമയത്ത് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കോടീശ്വര മനസ്സുള്ള അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ എത്ര നഷ്ടപ്പെട്ടാലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അതിന് റിക്കവറി ആയിട്ട് അവർ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അവരുടെ മണി തെർമോസ്റ്റാറ്റ് വലുതാണ് എന്നാണ് പറയുന്നത്. അവരുടെ മണി തെർമോസ്റ്റാറ്റ് വലുതാന്ന് പറയുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് വായിക്കുമോ? മുറിയിലെ താപനില സ്ഥിരമായി മാറ്റാൻ തെർമോസ്റ്റാറ്റ് റീസെറ്റ് ചെയ്യുക എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന്റെ ലെവൽ സ്ഥിരമായി മാറ്റാൻ നിങ്ങളുടെ സാമ്പത്തിക തെർമോസ്റ്റാറ്റ്, അതായത് ധനരൂപ റീസെറ്റ് ചെയ്യുക. യെസ്. അതായത് നമ്മളൊരു തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തെർമോസ്റ്റാറ്റ്, പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെർമോസ്റ്റാറ്റ് എന്താണോ അതില് മാറ്റം വരുന്നത്, അതില് റീസെറ്റ് ചെയ്ത് വെക്കണം എന്നാണ്. കോടീശ്വരനാണെങ്കിൽ കോടീശ്വരന്റെ തെർമോസ്റ്റാറ്റ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടതെന്നുള്ളതാണ്. ഇതിന് ഉദാഹരണം പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഒരു കാലത്ത് വളരെ ദാരിദ്ര്യത്തിലേക്ക്, അദ്ദേഹം സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിച്ചു. ഇപ്പോ ലോകത്തില് വലിയ കോടീശ്വരനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സാധിച്ച് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ മണി തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് കോടികളുടെയാണ്, ലക്ഷങ്ങളുടെ പോലും അല്ല. നമ്മൾക്ക് പണം മുഴുവൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് ലക്ഷങ്ങൾ വേണമെന്നോ പതിനായിരങ്ങൾ വേണമെന്നോ അങ്ങനെയല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുന്നത് കോടികൾ വേണമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സില് നിങ്ങളിപ്പോ ഒരു യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പോക്കറ്റില് എത്രയെങ്കിലും പണം ഇട്ടിട്ട് പോകും. എത്ര പണം വരെ വെക്കാറുണ്ട്? ഒരു 10,000 രൂപ, അല്ലെങ്കിൽ 5,000 രൂപ, 1000 രൂപ, 2,000 രൂപ, അങ്ങനെ എത്ര പണം വരെ വെക്കാറുണ്ട്? ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇന്നത്തെ കാലം അധികം ഒന്നും വെക്കണ്ട. നമ്മൾ ഗൂഗിൾ ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് 10,000 രൂപയ്ക്കുള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ ATM അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ വന്നത് കൊണ്ട് നമ്മൾ അധികം പണം സൂക്ഷിക്കാറില്ല. അതിന്റെ കാലമൊക്കെ ഇങ്ങനെ മാറിപ്പോയി. നേരത്തെയൊക്കെ നമ്മൾ പണം സൂക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പൊ സത്യത്തില് നമ്മളുടെ പോക്കറ്റില് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ ഒരു അളവുണ്ട്. ചിലവര് 1000 രൂപ, ചിലവര് 10,000 രൂപ ഒക്കെ പോക്കറ്റിൽ വെക്കും. എന്റെ ചെറിയച്ഛനെ എനിക്ക് ഓർമ്മ വരികയാണ്, സ്വാമിനാഥൻ ചെറിയച്ഛൻ. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ തന്നെ കുറച്ചധികം പണം പോക്കറ്റിൽ വെക്കും. അങ്ങനെ പണം എടുത്തിട്ടാണ് അതിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്ത് കാര്യം ഡീൽ ചെയ്യുന്നത് അങ്ങനെ പണം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ സത്യത്തിൽ അതൊരു കോടീശ്വര മനസ്സിന്റെ ഒരു സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ തെർമോസ്റ്റാറ്റ്, നമ്മുടെ ഉള്ളിലുള്ള തെർമോസ്റ്റാറ്റ്, അത് 1000 ആവാം, 1,00,000 ആവാം, അങ്ങനെ ഏത് ലെവലിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, റീസെറ്റ് ചെയ്യാനാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോ അടുത്ത ഈ ഒരു പടത്തിൽ നിങ്ങൾ കാണും ആപ്പിള്, അല്ലെ? ഇപ്പൊ നമുക്ക് എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആപ്പിളിന് ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞു. അപ്പൊ ഞാനിത് കഴിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കിതിൽ പുറമെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുമോ? പഞ്ചസാര വെള്ളത്തിലിട്ട് വെക്കാം. പഞ്ചസാര അത് ശരി, പഞ്ചസാര വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പക്ഷെ എന്നാലും നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റും? ഇതിലങ്ങ് പെട്ടെന്ന് അങ്ങ് അകത്തൊന്നും കയറി മധുരം പിടിക്കൂല. പുറത്ത് മാറ്റം വരുത്താൻ പറ്റും, പക്ഷെ ഉള്ളിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ്. വെരി ഗുഡ്, വെരി സൂപ്പർ. അപ്പോ ശരിക്കും ഈ പടത്തിൽ കാണുന്ന പോലെ ഇപ്പൊ ഇങ്ങനെ ഫലങ്ങൾ ഇങ്ങനെ കാഴ്ച നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വൃക്ഷത്തില് ആപ്പിള് ഉണ്ട്. അതിലത്തെ ഫലത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ മാറ്റം വരുത്തണം? വേരുകളില് മാറ്റം വരുത്തണം. അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. വേരുകൾ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. വേരുകൾ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പൊ നിങ്ങളൊരു മരം സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതില് ഒരു നമ്മുടെ മരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പ്രതിനിധാനം. മരം എന്ന് പറയുന്നത് ജീവിതമാണ്, മരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തികളുടെ ആ ഫലം എന്ന് പറയുന്നത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? നമുക്ക് വേരുകളില് മാറ്റങ്ങൾ വരുത്തണം, വേരുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു തത്വം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് ആരാ വായിക്കുന്നത്? പഴങ്ങൾ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ വേരുകൾ മാറ്റണം. ദൃശ്യമായത് മാറണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അദൃശ്യമായത് മാറണം. ഈ ലോകത്ത് കാണാൻ കഴിയുന്നതിനേക്കാൾ ശക്തമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അതിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണാൻ കഴിയാത്തത് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം. ഈ നമ്മുടെ ആക്ഷൻ, പഴങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികള് അതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാറണം? വേരുകളില് മാറ്റം വരുത്തണം എന്നാണ് പറയണത്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ചിന്തകളാണ് നമുക്ക് പിന്നീട് ഫീലിംഗ് ആയിട്ട് മാറുന്നത്. ചിന്തകൾ ഫീലിംഗ് ആവുന്നു, ഫീലിംഗ് ആക്ഷൻ ആവുന്നു, ആക്ഷന് ശേഷം നമുക്ക് റിസൾട്ട് വരുന്നു. അപ്പൊ ഏറ്റവും തുടക്കം എന്താണ്? ചിന്തകളായിരിക്കും. അപ്പോ ആ ചിന്തകൾ ഫീലിംഗ് ആയി, ഫീലിംഗ് ആക്ഷൻ ആയി, അതിനുശേഷം റിസൾട്ട് വരാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം നോക്കാം. ഇപ്പോ നമ്മളൊന്ന് ആലോചിച്ചു, ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറെ ഫയലുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആ ഓരോ ഫയലിനകത്തും ഉള്ള കാര്യങ്ങള് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫയലിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറം ചട്ടയിലോ എവിടെയെങ്കിലും മാറ്റം വരുത്തിയാൽ ഒന്നും സംഭവിക്കില്ല, അല്ലെ? അതിനകത്തുള്ള ഓരോ ഡാറ്റയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഫയൽ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സത്യത്തില് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഫയലിൽ നിന്ന് ലഭിക്കൂ. നമ്മൾ എന്തൊക്കെയാണോ ആ ഫയലിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് മാത്രമാണ് നമുക്ക് ലഭിക്കുള്ളൂ, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലം മുതലേ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയാണോ ഉള്ളത് അത് മാത്രമാണ് നമുക്ക് ഇപ്പോ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറുപ്പകാലത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്ത് എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോ അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുകയാണ്. 3 തരത്തില് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളെ സ്വാധീനിച്ച 3 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വെർബൽ പ്രോഗ്രാമിംഗ്, മാതൃക, കൃത്യമായ സംഭവങ്ങൾ. ഈ 3 കാര്യങ്ങളിലൂടെ ആണ് നമ്മുടെ ഒരു ജീവിതത്തില് നമ്മള് പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകൾ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചത് എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ആദ്യം ശരിക്കും നിങ്ങളറിയാം, സ്വാധീനം 1 വെർബൽ പ്രോഗ്രാമിംഗ് ആണ്. വെർബൽ പ്രോഗ്രാമിംഗ് എന്താണ് പറയുന്നത്? ഒരാൾ വായിക്കൂ. സ്വാധീനം വെർബൽ പ്രോഗ്രാമിംഗിനെ കുറിച്ച് ഞാൻ കേട്ടത് സത്യമായി കൊള്ളണമെന്നില്ല. മുഴുവനും കിട്ടണില്ലല്ലോ. പണത്തെ കുറിച്ച് ഞാൻ കേട്ടത് സത്യമായി കൊള്ളണമെന്നില്ല. എന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും പിന്തുണയ്ക്കുന്ന പുതിയ ചിന്താരീതികൾ അവലംബിക്കുകയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. സത്യത്തില് ഇതൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെർബൽ പ്രോഗ്രാമിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ പണത്തിനെ കുറിച്ചിട്ട് പലരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ധനികർ അത്യാഗ്രഹികളാണ്, ആപത്ത് കാലത്ത് പണം സൂക്ഷിച്ചു വെക്കണം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതെ, സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് പിന്നെ നെഗറ്റീവായിട്ട് അത് ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റുകളൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ട്. പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താ സാർ, ധനവാൻ സ്വർഗത്തിൽ പോകില്ല എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. തെറ്റായ ഒരു പ്രചാരണമാണല്ലോ. സമ്പന്നൻ ധനികൻ സ്വർഗത്തിൽ. ധനം നമ്മൾ നേരായ നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കണം. അപ്പൊ അത് പണം ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യണം. പണം മരത്തിൽ കായ്ക്കില്ല എന്നൊക്കെ പറയും അല്ലെ? പണം മരത്തിൽ കായ്ക്കില്ല. ഒരുപോലെ വാ പൊളിക്കരുത്. അവരവരുടെ ലിമിറ്റേഷൻസ് അറിഞ്ഞിട്ട് ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ. അതെ അതെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലം മുതൽ തന്നെ കോറി വെച്ചിട്ടുണ്ട്. അതാണ് എല്ലാ തിന്മകളുടെയും കാരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കും ആൾക്കാർ. അതുപോലെ തന്നെ സമ്പത്ത്, ഇതൊക്കെ പണത്തിന്റെ അഹങ്കാരം അല്ലാതെ എന്താ? പണത്തിന്റെ അഹങ്കാരം അല്ലാണ്ട് എന്താ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതെ അതെ അതെ, ഒരാള് തെറ്റ് ചെയ്താൽ അത് പണത്തിന്റെ അഹങ്കാരം അല്ലാണ്ട് എന്താ? അങ്ങനെ ചെയ്യാൻ പാടില്ല. കോടീശ്വരന്മാരൊക്കെ തട്ടിപ്പുകാരാണ്. വെരി ഗുഡ്. ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട് സാറ്, ധനവാൻ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വാചകം ബൈബിളിലുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരം വരുന്ന സമയത്ത് അത് പുറത്തു വരുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ ഹാർവേക്കറുടെ അച്ഛൻ വീട്ടിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്നെ പണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിക്കണം. എന്നെ പണം കൊണ്ടാണോ ഉണ്ടാക്കിയത് പറയും. അപ്പൊ ഹാർവേക്കർ പറയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായി, എന്നാ പിന്നെ എനിക്ക് അതൊന്ന് കുറച്ച് മുറിച്ചെടുക്കാമല്ലോ. കൈ മുറിച്ചെടുക്കാം, കാല് മുറിച്ചെടുക്കാം, അങ്ങനെ എന്റെ ആവശ്യത്തിന് മുറിച്ചെടുക്കാം എന്ന് അദ്ദേഹം തമാശക്ക് പറയുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഹാർവേക്കർ നടത്തുന്ന ഒരു കോഴ്സില് സ്റ്റീഫൻ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വർഷം $8 സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടിച്ചാണ് ജീവിച്ചു പോകുന്നുണ്ടായിരുന്നത്. അപ്പോ ഒരു ദിവസം അദ്ദേഹം ഈ കോഴ്സിൽ വന്ന സമയത്ത് ഹാർവേക്കറിനോട് പറയാണ്, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കാറുണ്ട്. അപ്പോ അതാണ് എൻ്റെ ഇങ്ങനെയുള്ള ചിന്താഗതിക്കൊക്കെ പ്രശ്നമെന്ന് അദ്ദേഹം പറയാണ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: സമ്പന്നർ അത്യാഗ്രഹികളാണ്, പാവപ്പെട്ടവരുടെ വിയർപ്പ് വിറ്റാണ് അവർ പണം ഉണ്ടാക്കുന്നത്, കാര്യങ്ങൾ നടന്നു പോകാനുള്ള
പണം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നീ ഒരു പന്നിയായി തീരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞപ്പോ ആ ഒരു മനസ്സിൽ കിടക്കുന്ന ആ വാചകം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പണം കൂടുതൽ സമ്പാദിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അമ്മയ്ക്ക് എപ്പോഴും ബീച്ചിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഭാഗത്ത് ഒരു നല്ലൊരു വീട് വെച്ചിട്ട്, പണം ഉണ്ടാക്കി നല്ലൊരു വീട് വെച്ച് അവിടെ അമ്മയെ താമസിപ്പിച്ചു. അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയായി, എന്റെ മോൻ ഇത്രയും വിലപിടിപ്പുള്ള വീടൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഹാപ്പിയായി അവരുടെ മൈൻഡിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്നുള്ളതാണ്. സ്ക്രീൻ കാണുന്നുണ്ടോ അല്ലേ? ഓക്കെ. രണ്ടാമത് പറയുന്നത് നമ്മുടെ മാതൃക. നിങ്ങൾക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സോഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അവരെ നമ്മൾ അനുകരിച്ചിട്ട് പഠിപ്പിക്കാറുണ്ട് അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും അനുകരണങ്ങൾ? നമ്മള് അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എപ്പോഴും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉണ്ട്. ഞാൻ KSF-ലൊക്കെ കുറുക്കി ചേർന്ന് അമ്മ ചേർന്ന് കണ്ടിട്ടാണ്. അമ്മ ചേർന്നിട്ടാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ പുസ്തകത്തിൽ ഒരു തമാശക്കല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പറയുന്നുണ്ട്, പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതായത് അദ്ദേഹത്തിന്റെ വൈഫ് പാചകം ചെയ്യാണ്. അദ്ദേഹത്തിന് പന്നിയുടെ ഇറച്ചി പാചകം ചെയ്യുന്നു. അപ്പൊ അത് വൃത്തിയാക്കുന്ന സമയത്ത് അതിന്റെ രണ്ടറ്റവും മുറിച്ച് മാറ്റണം. അപ്പോ അദ്ദേഹത്തോട് ആ സ്ത്രീയോട് ഇവര് ചോദിച്ചു, എന്തെങ്ങനെ മുറിച്ചു മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത്, എന്റെ അമ്മ ഇങ്ങനെയാണ് പാചകം ചെയ്യാറെന്ന്. ഓ, അതെന്താ? അപ്പൊ അന്നത്തെ ദിവസം രാത്രി അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അമ്മയോട് വന്നിട്ട് ചോദിക്കാണ്, അമ്മ എന്തുകൊണ്ടാണ് ഇതുപോലെ രണ്ട് കഷ്ണം മുറിക്കാറ് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എന്റെ അമ്മ ഇതുപോലെയാണ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓ, അങ്ങനെ ആയി കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, ആ അമ്മമ്മയെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടറ്റം മുറിച്ച് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അന്ന് പാത്രത്തിന്റെ അളവിനനുസരിച്ചാണ് മുറിക്കുന്നത്, ഇതിനനുസരിച്ച്. അപ്പൊ പാത്രത്തിൽ കറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് ഇങ്ങനെ തലമുറ കൈമാറി ആ ഒരു സിസ്റ്റം എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് ഇതില് അവർ പറയുന്നത്. സത്യത്തില് നമുക്ക് പണം എന്ന് പറയുന്നത് ശരിക്കും നമ്മള് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാതൃകയാക്കുന്നത്, മറ്റുള്ളവരെ അനുകരിച്ച് നമുക്ക് പല കാര്യങ്ങളും വരാനായിട്ട് സാധിക്കും. ഇതിൽ പണത്തിന് ചുറ്റും ഞാൻ മാതൃകയാക്കിയത് അവരുടെ വഴിയായിരുന്നു, എന്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയണം. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ കൈവച്ചാണ് പറയുന്നത്. ഇപ്പൊ ഈ കാര്യം പറയുകയാണെങ്കിൽ, പണത്തിന് ചുറ്റും ഞാൻ മാതൃകയാക്കിയത് അവരുടെ വഴിയായിരുന്നു, ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അടുത്തത് നമ്മൾ കോടീശ്വര മനസ്സുണ്ട് എന്ന് പറയണം. നമ്മൾ തലയിൽ കൈവച്ച് പറയുകയാണ്, എനിക്ക് ഒരു കോടീശ്വര മനസ്സുണ്ട് എന്നുള്ളത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടെ അദ്ദേഹം നമ്മളോട് പറയാണ്. മൂന്നാമത്, കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ. ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു സംഭവത്തിലൂടെ നമ്മുടെ മനസ്സിൽ പണത്തിനോടുള്ള ചിന്താഗതികളിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, ജോസി എന്ന് പറയുന്ന ഒരു നേഴ്സ് ഹാർവിന്റെ സെമിനാറിൽ പങ്കെടുത്തു. നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ എത്ര വരുമാനം ഉണ്ടാക്കിയിട്ടും പൈസ ഉണ്ടാക്കിയിട്ടും അവരുടെ പണം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ അവരുടെ പഴയ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു റെസ്റ്റോറന്റിൽ അച്ഛനും അമ്മയുമായിട്ട് അവര് ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്ത്
അവിടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടിയിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛന് ഹൃദയാഘാതം വന്നിട്ട് അവിടെ മരിച്ചു വീഴണം ആ ഹോട്ടലിൽ. അതിനുശേഷം അവർക്ക് ഈ പണത്തിനെ പറ്റിയുള്ള ചർച്ച കൊണ്ടാണ് ആ ഒരു മരണം സംഭവിച്ചത്. അതിനുശേഷം ആ ജോസി എന്ന് പറയുന്ന നേഴ്സിന് ഈ പണത്തിനോടുള്ള ഒരു അകൽച്ച ഫീൽ ചെയ്യാണ്. ആ അകൽച്ച കാരണമാണ് അവർക്ക് ഈ പണം കയ്യിൽ നിൽക്കാത്തത് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അതിനുശേഷം ഇവര് ഹോഴ്സിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പൊ അതിനകത്ത് നമ്മൾ പറയേണ്ടത്, ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ പറയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. ഹൃദയത്തിൽ കൈവച്ച് പറയണം, ഇതുപോലെയുള്ള ഒരു സംഭവം നമ്മുടെ ചെറുപ്പകാലത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണം, കഴിഞ്ഞ കാലത്തെ നിർഗുണമായ സാമ്പത്തിക അനുഭവങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി പുതിയതും സമ്പന്നവുമായ ഭാവിയെ സൃഷ്ടിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൈവച്ച് നമ്മൾ പറയാണ്, ഞാൻ ഇനി മുതല് ആ പഴയ സംഭവങ്ങൾ ഓർത്തിട്ട് ഞാൻ ദുഃഖിക്കില്ല, ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് എന്നുള്ള രീതിയിൽ വെക്കുകയാണ്. അവിടെ തന്നെ നമ്മൾ അടുത്തൊരു വാചകം തലയിൽ കൈവച്ച് പറയാണ്, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഹാർവ് പറഞ്ഞു തരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒന്നാം ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. തന്നെ രൂപയെ ഒരു കാര്യം ഒന്നുകൂടെ പറയാൻ പറ്റൂ? കഴിഞ്ഞ കാലത്തിലെ പഴയ സംഭവങ്ങളെ അതൊന്ന് സാറൊന്ന് പറയൂ ഒന്നുകൂടെ. കഴിഞ്ഞ കാലത്തിലെ പഴയ സംഭവങ്ങളെ കഴിഞ്ഞ കാലത്തെ നിർഗുണമായ സാമ്പത്തിക അനുഭവങ്ങളെ, പണ്ട് നിർഗുണമായ എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് അത്ര നമ്മൾ ശീലിച്ചു പോയി, പക്ഷെ അത് അത്ര നല്ലതായിരുന്നില്ല. നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ വന്നുപോയി. ഇപ്പൊ ഈ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോ നമുക്കത് പിന്നീട് ഭവിഷ്യത്തായി വന്നു. അപ്പൊ കഴിഞ്ഞ കാലത്തെ നിർഗുണമായ സാമ്പത്തിക അനുഭവങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി, എന്റെ ഇതിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാക്കി പുറത്തോട്ട് വിട്ടു. എന്നിട്ട് പുതിയതും സമ്പന്നവുമായ ഭാവിയെ നമ്മൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത് ഹൃദയത്തിൽ തൊട്ട്. പിന്നെ തലയിൽ കൈവച്ച് നമ്മൾ പറയണം, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അത്രയും പറയുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ആക്സെപ്റ്റൻസ് വരും. നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയാണ്, അന്നത്തെ ഉണ്ടായിരുന്ന സംഭവത്തിന് ഞാൻ ഇനി എന്റെ മനസ്സിൽ വെക്കില്ല, എനിക്ക് പുതിയ മനസ്സാണ് ഉള്ളത് എന്നാണ് പറയണത്. ഇനി രണ്ടാമത്തെ ഭാഗത്തില്, മാഡം ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആയി. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ധനഫയലുകളാണ്. ധനഫയലുകൾ 17 ഫയലുകളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. 17 ഫയലുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാ നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ കൂടുതലായിട്ട് പരിചയപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫയലുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പൊ അതിനകത്ത് പതിനേഴ് ഫയൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പഴയ ഫയലുകളുടെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ഒരു മാർക്കറ്റിലല്ല, ഒരു മാളിൽ പോയി കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ഒരു പേഴ്സ് കണ്ടു. അവിടെ 25% റിഡക്ഷനിൽ ഒരു പേഴ്സ് കണ്ടു. പച്ച കളറിലുള്ള പേഴ്സാണ് കണ്ടത്. അപ്പൊ ആ ഭാര്യയ്ക്ക് അത് വാങ്ങാനായിട്ട് തോന്നുകയാണ്. അപ്പൊ ഇത് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അവര് അതിന് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ അവരുടെ ഉപബോധ മനസ്സിൽ ഈ ചിന്ത അവിടെ എത്തുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവര് ആ ചിന്ത അയച്ചു. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിട്ടുണ്ടാവും, എന്ത്, കഴിഞ്ഞ ആഴ്ച നീ വാങ്ങിയ ആ ഒരു പച്ച ഷൂസിനൊപ്പം അല്ലെങ്കിൽ പച്ച ഡ്രസ്സിനൊപ്പം ഇത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിലും അത് കൊള്ളാം, എനിക്കിത് ഉപയോഗിക്കാം എന്ന് തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ ആ കൗണ്ടറിലേക്ക് പോവുകയാണ്. സത്യത്തില് അന്ന് 25% വില കുറവില് $300 കൊടുത്തിട്ടാണ് അവർ ആ പേഴ്സ് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്.
അപ്പൊ സത്യത്തില് അവരന്ന് കടത്തിലായിരുന്നു. അപ്പൊ ഹാർവിന് ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അപ്പൊ ഹാർവ് അന്ന് ചിന്തിക്കുകയാണ്, ഈ ഒരു അനുഭവത്തിലൂടെ അന്ന് ചിന്തിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഒരു അനുഭവത്തില് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല? അപ്പൊ നമ്മൾ $300 കടത്തിലാണ്. അപ്പൊ ഈ കാരണം കൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു സാധനം വാങ്ങേണ്ടതില്ല എന്നൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവര് അത് അപ്പൊ തന്നെ ഡിസിഷൻ മാറ്റുമായിരുന്നു. അപ്പൊ സത്യത്തില് നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പണ്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും സമ്പന്നർ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ സമ്പന്നർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു ധനഫയല് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് കാണുന്ന പോലെ അവർ പറയുന്നു, ധനഫയല് പറയുന്നു, സമ്പന്നർ വിശ്വസിക്കുന്നു എന്റെ ജീവിതം ഞാൻ സൃഷ്ടിക്കുന്നു, ദരിദ്രർ വിശ്വസിക്കുന്നു എന്റെ ജീവിതം എങ്ങനെയോ സംഭവിക്കുന്നു. അതായത് സമ്പന്നർ അവര് ചിന്തിക്കുന്ന എന്താണ്, ഇത് ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് വരുന്നത്. ദരിദ്രരാണെങ്കിൽ അവര് പഴി പറയും, ന്യായീകരണം പറയും, അതുപോലെ തന്നെ പരാതി പറയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവര് പറയാറുണ്ട്. അപ്പൊ പഴി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചില കാര്യങ്ങൾ ഇങ്ങനെ വരും, സർക്കാർ ശരിയല്ല, അതുപോലെ തന്നെ മുതലാളി ശരിയല്ല, നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ ശരിയല്ല, അല്ലെങ്കിൽ ഓഹരി വിപണി ശരിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പുവർ മൈൻഡ് സെറ്റിന്റെ ഉദാഹരണമാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇനി ചിലർ എന്ത് ചെയ്യും, ന്യായീകരിക്കും അല്ലെ? ചില കാര്യങ്ങളിൽ പണത്തിന്റെ കേസിൽ ന്യായീകരിക്കില്ലേ? പണം ഇല്ലെങ്കിൽ സാധാരണ ചിലർ പറയാറുണ്ട്, പണം അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്ന് പറയും അല്ലെ? ശരിയല്ലേ? പറയും. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല പണം. പണത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, സ്നേഹത്തിലാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പണം ഇല്ല. അതാണ് ശരിക്കും സംഭവം. നമ്മളിങ്ങനെ പറയും, ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ, അത് എന്താ നമ്മളൊരു നാടൻ ചൊല്ലുണ്ടല്ലോ അല്ലെ ദിനേശ് സാറേ, പുളിക്കാത്ത മുന്തിരി അല്ലെ, എന്താണ്, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു അല്ലെ? അതുപോലെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പണത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് സമാധാനിപ്പിക്കല്ലോ, ഒരു പാവപ്പെട്ടവരോട് അങ്ങനെ പറയുമ്പോ അവർക്ക് സന്തോഷം ഉണ്ടാവുക. അതെ. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പണം അത്ര വലിയ പ്രാധാനമൊന്നുമല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ കയ്യിൽ പണം ഇല്ല. അതാണ് സംഭവം. അപ്പോ സമ്പന്നർ എപ്പോഴും ആ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഇനി മൂന്നാമതൊരു കാര്യം പറയുന്നത് പരാതി പറയും. എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പരാതി. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പരാതി പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ആ കാര്യം നമ്മൾക്കില്ല, അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? നമുക്കൊരു അല്ലേ, അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കൊരു വണ്ടി വേണം, കാറ് വേണം എന്ന് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് പരാതിയാണ് പറയണമെങ്കിൽ അതില്ല, നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണ് അർത്ഥം. ശരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധ ശരിക്കും എവിടെയാണ്? നമ്മുടെ ശ്രദ്ധ ശരിക്കും എവിടെയാണ്? ആ പരാതിയിലല്ലേ, ആ ഇല്ലാത്തതിലല്ലേ. അപ്പൊ അതുകൊണ്ട് പുസ്തകത്തിൽ പറയുന്നു, നമ്മള് പരാതിപ്പെടുമ്പോ നമ്മൾ ആ ഒരു നടക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെ ചെലവഴിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ പരാതി ഒഴിവാക്കി നമുക്ക് വേണ്ട ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന് മുതൽ 7 ദിവസത്തേക്ക് നിങ്ങൾ ആരോടും ഒരു പരാതി പറയരുത്. റെഡിയാണോ എല്ലാവരും? ഒരു പരാതി പറയാൻ പാടില്ല. കംപ്ലൈന്റ് ഫാസ്റ്റിംഗ് അല്ലേ? അതെ. ഒരു 7 ദിവസത്തേക്ക് നിങ്ങൾ ഒരു പരാതി പറയാതെ ഒന്ന് പിടിച്ചു നിന്ന് നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു മാജിക് മനസ്സിലാക്കാനായി സാധിക്കും. അതായത് ഒട്ടും ഒരു പരാതിയില്ല, എന്ത് ചോദിച്ചാലും അത് കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. അങ്ങനെ റെഡിയാണോ? എല്ലാവരും ഒന്ന് കാണിച്ചേ. റെഡി അല്ലേ?
യെസ് യെസ് ശരിയാണ്. പക്ഷേ ഓക്കെ അറിയാതെയൊക്കെ വന്നു വിളിക്കാതെ പരാതി പറയും. എന്താ Yes, അതെ sir. ഓക്കെ. അപ്പൊ അതാണ് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആരെങ്കിലും ഒരാൾ പ്രഖ്യാപിച്ചേ, ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് പ്രഖ്യാപിച്ചേ. കൃത്യമായ തലത്തിലുള്ള എന്റെ സാമ്പത്തിക വിജയം ഞാൻ സൃഷ്ടിക്കുന്നു. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. യെസ്, കോടീശ്വര മനസ്സുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ചാണ് പറയുന്നത് കോടീശ്വര മനസ്സുണ്ട് എന്ന് പറയാണ്. അപ്പോ ഇതാണ് നമ്മൾ ആദ്യത്തെ ധനഫയൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ധനഫയൽ ഒന്നുകൂടെ കാണിച്ചു തരാം. യെസ് യെസ് സമ്പന്നര് പണക്കളി ജയിക്കാൻ വേണ്ടി കളിക്കുന്നു. നമ്മുടെ മോഹൻലാലൊക്കെ പറയുന്ന പോലെ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കാന്നൊക്കെ പറയില്ല. അതുപോലെ ശരിക്കും സമ്പന്നര് എന്താണ് പണത്തിന്റെ കളികൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്നത്. എന്നാൽ പാവപ്പെട്ടവരാണെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ കളിക്കുക. അതായത് നമ്മൾ ഡിഫെൻഡ് ചെയ്യില്ല. നമ്മൾ ഫുട്ബോളിലൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും, തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു കളിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫുട്ബോളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിഫെൻഡിങ് മാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിഫെൻഡിങ് മാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വിജയിക്കാൻ പറ്റുമോ? നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിഫെൻഡിങ് മാത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മള് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു ബില്ല് അടയ്ക്കാൻ നമുക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലക്ഷ്യമിടുകയാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ആ ബില്ലിനുള്ള പണം മാത്രമല്ല നമ്മൾ ലക്ഷ്യമിടേണ്ടത്. നമ്മൾ അതിനേക്കാളും കൂടുതൽ പണം ലക്ഷ്യമിട്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ബില്ലിനുള്ള പണം മാത്രമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ എമൗണ്ട് മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യം കോടീശ്വരനോ അതിലപ്പുറമോ ആകുക എന്നതാണ്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് എന്ന് നമ്മൾ പറയാണ്. അടുത്ത ഒരു ഫയൽ പറയുന്നത് സമ്പന്നരായിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, ദരിദ്രരാവാൻ ആഗ്രഹിക്കുന്നു. പ്രതിജ്ഞാബദ്ധമാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും ആ ഒരു ഡിഫറൻസ് നമ്മൾ ഈ പുസ്തകത്തിൽ പറയാണ്. അപ്പൊ നമ്മൾ ആരോടെങ്കിലും സമ്പന്നനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് പറയും? തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് എന്ന് പറയും. ആഗ്രഹം, അത് ആഗ്രഹമാണ്. അത് എന്താ മാഡം? നാം എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നു. യെസ് യെസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്, നമ്മളിലേക്ക് വരുന്ന കാര്യമാണെന്ന് നമ്മൾ തീരുമാനം എടുത്ത ഒരു കാര്യമാണ്. ആ സമ്പന്നർ ചെയ്യുന്നത് എന്താണ്? ഇത് ഞാൻ നേടും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് അവരുടെ മൈൻഡിലുള്ളത്. ശരിക്കും ഇത് ഒരു പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫയലിന്റെ കാര്യം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത്. അതായത് നമ്മുടെ പ്രപഞ്ചം എന്ത് ചോദിച്ചാലും നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, പ്രപഞ്ചം എപ്പോഴും നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും തഥാസ്തു എന്ന് പറയും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എനിക്കിങ്ങനെ ഒരു പണം എന്നിലേക്ക് വരണേ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം എന്ത് പറയും? തഥാസ്തു എന്ന് പറയും. അപ്പൊ അതേപോലെ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഒരു മെയിൽ ഓർഡർ ഡിപ്പാർട്ട്മെന്റ് പോലെയാണെന്ന് പറയുന്നത്. നമ്മൾ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നത് പോലെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എന്ത് തരും? പണക്കാരനാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരികയാണ് പ്രകൃതി ചെയ്യുന്നത്. അപ്പോഴേക്കും തൊട്ടടുത്ത ദിവസം പറയും, നമ്മുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചിലപ്പോ വീണ്ടും പറയും, ഓ ഇപ്പൊ അത്രയൊന്നും വേണ്ട, പിന്നെ സമ്പന്നരൊക്കെ ഭയങ്കര അത്യാഗ്രഹികളാണ്, എന്തിനാപ്പ എനിക്ക് പണം എന്നൊക്കെയാണ് ചിന്തിക്കണമെങ്കിൽ അപ്പൊ പ്രപഞ്ചം വിചാരിക്കും, ഓ എന്നാ ഇവന് ഇത്ര പണം കൊടുക്കണ്ട,
എന്ന് വിചാരിച്ചിട്ട് പ്രപഞ്ചം എന്ത് ചെയ്യും? ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ഒരു കാര്യം അവിടെ മാറ്റിവെക്കണം, ആ ഒരു ആകർഷണം അവിടെ ഇല്ലാതിരിക്കണം. തൊട്ടടുത്ത ദിവസം വീണ്ടും പറയാണ് എനിക്ക് പണം ഒരുപാട് വേണം, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം കുറെ കൂടെ സന്തോഷമാക്കായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ പ്രകൃതി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പ്രപഞ്ചം അപ്പൊ ഇനി തഥാസ്തു പറയാൻ പറ്റില്ല. പ്രപഞ്ചം ശരിക്കും ആകെക്കൂടെ കൺഫ്യൂഷനായി. കാരണം എന്താ വെച്ചാല് ആദ്യം വേണമെന്ന് പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറയുന്നു. അങ്ങനെ ആവുമ്പോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുമ്പോ പ്രപഞ്ചത്തിന് വട്ടുപിടിക്കും. അപ്പോ ശരിക്കും പ്രപഞ്ചം എന്നാ നീ പോയി ആദ്യം നിന്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാന്നാണ് പ്രപഞ്ചം പറയുന്നത്. ശരിയായ ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. പണം അതെ. അപ്പൊ നമ്മള് കൺഫ്യൂഷൻ ആക്കരുത്. നമുക്ക് വേണം എന്നുള്ളത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പറയുന്ന പ്രഖ്യാപനം നമ്മൾ ഹൃദയത്തിൽ കൈവച്ച് പറയാണ്, പണക്കാരനാകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് എന്ന് പറയാം. അടുത്ത ഒരു ഫയൽ ഇതാ വരുന്നു. സമ്പന്നർ വലുതായി ചിന്തിക്കുന്നു. വലിയ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. റിച്ച് പീപ്പിൾ തിങ്കിങ് ബിഗ് എന്ന് പറയുന്നു. പാവപ്പെട്ടവർ വളരെ ചെറുതായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇപ്പൊ നമുക്കൊരു ട്രെയിനർമാരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, വലിയ വലിയ ആൾക്കൂട്ടങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ കുറച്ച് എമൗണ്ടിനുള്ള സാധനങ്ങൾ വാങ്ങും. റിച്ച് പീപ്പിൾ ആണെങ്കിൽ അവർ വലുതായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ വിശാലമായിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമുക്ക് ലിമിറ്റിൽ ഉള്ള കാര്യങ്ങളല്ല നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, അതില് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് പണം ആകർഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ആരോ ഒരാൾ വായിക്കൂ. ഹൃദയത്തിൽ കൈവച്ചാണ് പറയേണ്ടത്. പ്രഖ്യാപനം: ഞാൻ വലുതായി ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. യെസ്. അപ്പോ വലുതായി ചിന്തിക്കുന്ന ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം എന്നാണ് ഈ ഒരു ഫയലിലൂടെ പറയുന്നത്. അപ്പൊ നിരവധി ഫയലുകൾ ഇതിലുണ്ട്. ഇപ്പൊ ഞാൻ ഇനി സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഫയലുകളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇതില് 5ാമത്തെ ഫയലിൽ പറയുന്ന കാര്യം, നമുക്ക് തടസ്സങ്ങളേക്കാൾ അവസരങ്ങൾ കാണണം. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കാണണം എന്നാണ് പറയുന്നത്. നമ്മൾ തടസ്സമാണ് കണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? തടസ്സമാണ്. നേരത്തെ പറഞ്ഞ പ്രകൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രപഞ്ചം നമ്മളെ എന്ത് ചെയ്യും? ആ തടസ്സത്തെയാണ് കൂടുതലായിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊറോണ കാലത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. തടസ്സങ്ങളാണ് വന്നതെങ്കിലും അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് തടസ്സങ്ങളെ മാറ്റി നമ്മൾ അതിനെ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രഖ്യാപനം നമ്മൾ നോക്കുകയാണെങ്കിൽ തടസ്സങ്ങളെക്കാൾ ഞാൻ അവസരങ്ങൾ കാണുന്നു, ഞാൻ തയ്യാറെടുക്കുന്നു, ഞാൻ തൊടുക്കുന്നു, ഞാൻ ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നത്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഇനി 6ാമത്തെ ഞാൻ നോക്കിയിട്ടില്ല, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇതില് 7ാമത്തെ ഫയലില് പറയുന്ന ഒരു കാര്യം, ആളുകളോടൊപ്പം നിൽക്കാനാ പറയുന്നത്. സമ്പന്നർ കൂട്ടുകൂടുന്നത് വിജയിച്ച പോസിറ്റീവായ ആളുകളോടൊപ്പമാണ്. യെസ്. കാരണം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ചില ബിസിനസ് മൈൻഡുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ അവര് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവരുമായിട്ട് ബിസിനസ്സുമായിട്ട് മാച്ച് ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും. അവര് വെറുതെ സാധാരണ സമയങ്ങൾ വെറുതെ മറ്റുള്ളവരോട് സംസാരിച്ച് സമയം കളയാനോ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കാനോ ഇങ്ങനെയൊന്നും അവർ നിൽക്കാറില്ല. അവര് കൂടുതൽ സമയം കണ്ടെത്തുന്നത് അവരുടെ ബിസിനസ് പരമായിട്ടുള്ളതും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവര് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
നമ്മുടെ ചിന്തകളും അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായി ആവണം എന്നാണ് പറയുന്നത്. ഇനി 9ാമത്തെ ഒരു ഫയല് പറയുകയാണെങ്കിൽ സർ സമയം സമയം ശ്രദ്ധിക്കണേ. 9ാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ വലുതാണ്. സമ്പന്നരുടെ സമ്പന്നർ അവരുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ നമ്മൾ വലുതാവണം എന്നാണ് ഈ ഒരു ഭാഗത്തില് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പണത്തിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധനഫയൽ 14ാമത് പറയുന്നത് സമ്പന്നർ അവരുടെ പണം നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ദരിദ്രരാണെങ്കിൽ പണം തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു കാര്യം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ 50% പണം നിങ്ങൾ മാറ്റിവെക്കണം. ബാക്കി നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഒരു 10% സേവിങ്സിലേക്ക് മാറ്റിവെക്കുക. ലോങ് ടേം ആയിട്ടുള്ള സേവിങ്സിലേക്ക് നമ്മൾ 10%, നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് 10%, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രോത്ത് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 10%, ദാനം ചെയ്യാനായിട്ട് 10%. ഇങ്ങനെ നമ്മൾ പണത്തിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പണം നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പണം വന്ന് കോടീശ്വരനൊക്കെ ആയി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തില് എനിക്ക് വായിച്ചപ്പോ തോന്നിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ എടുത്തിട്ട് പറഞ്ഞത്. പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കുക. നമ്മൾ സമൂഹത്തിന് നൽകുന്ന വാല്യൂ അല്ലെങ്കിൽ സർവീസ്, അതാണ് പണം. ചെറിയ തരത്തില് നിങ്ങൾ വാല്യൂ നൽകിയില്ലെങ്കിൽ, സർവീസ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പണം കിട്ടും. അതുകൊണ്ട് നമ്മൾ വലിയ തോതിൽ വാല്യൂ അല്ലെങ്കിൽ സർവീസ് നൽകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും. നിങ്ങളുടെ സാധ്യത വലുതാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ പണം ഉണ്ടാക്കി ഒരുപാട് നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം ശോഭനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ബുക്കിന്റെ പേര് ഓർഡർ പേരും സീക്രട്ട് ഓഫ് മില്യനെയർ മൈൻഡ് എന്നാണ് നമ്മുടെ ടി ഹാർവ് ഏക്കർ എഴുതിയ പുസ്തകമാണ്. അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ബിനി ജോഷോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതാണ് ബുക്ക്. ഇതിന്റെ മലയാളം പതിപ്പാണിത്. മഞ്ജുൾ പബ്ലിക്കേഷൻസിന്റെ കോടീശ്വര രഹസ്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിനേഷ് സാർ. നമുക്കറിയാം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു പുസ്തകമല്ല കോടീശ്വര രഹസ്യങ്ങൾ. എന്നിരുന്നാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാറ് അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ കൂടെ ഒക്കെ കടന്നുപോയി നമുക്ക് കൃത്യമായിട്ട് ആ പുസ്തകത്തിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി തന്ന സിനേഷ് സാറിന് എല്ലാവരുടെ പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. നമ്മള് ഒരല്പസമയം വൈകിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 വാചകത്തില് അല്ലെങ്കിൽ ഒന്ന് ഒരു ചുരുക്കണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസർ എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് സ്കിൽ കോഴ്സസ്. നമുക്ക് ഫീഡ്ബാക്കിനുള്ള സമയമാണ്. പരമാവധി ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും. ഞാൻ വിജയൻ. ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഹൗ ടു ബിക്കം എ മില്യണർ എന്നാണോ? സീക്രട്ട് ഓഫ് മില്യനെയർ മൈൻഡ്. സീക്രട്ട് ഓഫ് മില്യനെയർ മൈൻഡ്. ആരും പറയാതിരിക്കുന്നതാണോ? അയ്യോ, ഞാൻ പറയരുതെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അധികം നീണ്ടുപോകണ്ടെന്ന് മാത്രമാണ് കേട്ടോ. അതല്ല പറഞ്ഞേ പറയാൻ ശ്രമിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. സർ, ഞാൻ വനജ. എന്തായാലും ദിനേശ് സാറിന്റെ വളരെ നല്ല അവതരണമായിരുന്നു.
സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോടീശ്വരനാവാൻ സാധിക്കും എന്നുള്ള സാറിന്റെ ഒരു നല്ലൊരു അവതരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. നന്ദി സർ. താങ്ക് യു വെരി മച്ച്. സർ ഹലോ. എന്റെ പേര് സേവിയർന്ന. സർ എനിക്കൊരു സംശയം തോന്നിയത് ഇത് സീക്രട്സ് ഓഫ് മില്യനേഴ്സ് മൈൻഡ് എന്നല്ലേ ആക്ച്വലി. അതായത് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാന്നല്ലല്ലോ ഇവര് പറയുന്നത്. സത്യത്തിൽ ഒരു എന്താ പറയുന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുടെ മനസ്സിലുള്ള ചിന്തകളല്ല എനിക്ക് എങ്ങനെ ഇനി അടുത്ത പണം വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന്. നമ്മള് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോട്ടിവേഷൻ കൂടെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല. കാരണം നമ്മള് രണ്ടു തരത്തിലൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഇതില്. അതായത് 1 രൂപ സമ്പാദിക്കുന്ന ആള് 90 രൂപയും ചെലവഴിക്ക് 10 രൂപ നീ മാറ്റി വെക്കുക, അല്ലെങ്കിൽ 10 പൈസ നീ മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട് നമ്മുടെ സേവിങ്സിലേക്ക്. അതായത് 90 പൈസയും നമുക്ക് ചെലവഴിക്കാം, 10 പൈസ നീ മാറ്റി വെക്കുക, 10 പൈസ കൊണ്ട് നിനക്ക് നിന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു ഡെപ്റ്ററായി മാറാതെ എന്ന ഒരു സന്ദേശമാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് മാത്രട്ടെ. സാറേ, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പകാലങ്ങളിലൊക്കെ ശീലിച്ചു വന്നിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയുള്ള അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളൊക്കെ കോർത്ത് ഇണക്കിയിട്ടാണ് ഈ ഫയൽസുകൾ വെച്ചിരിക്കുന്നത്. അതിലുള്ള നല്ല ഫയൽസുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് അത് കോടീശ്വരമാരായിട്ടുള്ള അവരുടെ മൈൻഡ് സെറ്റും പാവപ്പെട്ടവരുടെ മൈൻഡ് സെറ്റും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും നമ്മള് കോടീശ്വര മനസ്സുള്ള ആളുകളുടെ ആ ഒരു പ്രവർത്തികളാണ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ പണം മാറ്റി വെക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ 6 ജാറിന്റെ കാര്യം പറഞ്ഞതിനകത്ത് നമുക്ക് പണം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്ത് അതിലൊരു ഭാഗം നമ്മള് നന്മ പ്രവർത്തികൾക്കും അല്ലെങ്കിൽ സേവിങ്സിനും അങ്ങനെ ഉപയോഗിക്കണം എന്നാ പറയുന്നത്. നമ്മുടെ ഉപയോഗ സാധനങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 50%. നമുക്ക് 10,000 രൂപയാണ് വരുമാനം എങ്കിൽ അതിന് 5,000 രൂപയാണ് നമ്മുടെ ചെലവുകൾക്ക്. ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ 10% സേവിങ്സ്, 10% ദാനത്തിന്, 10% നമ്മുടെ നമ്മുടെ ഗ്രോത്തിന് അങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇത് ഒരുപാട് വിജയിച്ച ആളുകൾ പാലിച്ചിട്ടുള്ള കാര്യമാണ്, ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അതാണ് പറഞ്ഞത്, ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ. തുടക്കം മുതൽ 2 പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ അവസാനം വരെ കാണാൻ കഴിഞ്ഞു. അത് ഇന്നത്തെ വലിയൊരു നേട്ടമാണ്. PD എന്ന നിലയിൽ റെജീന മാഡത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രണ്ടുപേരും ആദ്യം മുതൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ്. അത് തന്നെ ഒരു വലിയ നേട്ടമാണ്.